എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC ഇന്ന് 18/4/2026 നടത്തിയ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 38/2026. നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരങ്ങളൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം: കേരളത്തിൽ ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഹിന്ദി പ്രചാര സഭയുടെ സ്ഥാപകൻ? ഓപ്ഷൻ സി കെ വാസുദേവൻ പിള്ള. താഴെ പറയുന്നവയിൽ റാണി ഗൗരി ലക്ഷ്മിഭായുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ ബി 2, 4. സെക്രട്ടേറിയറ്റ് സമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കി. അടിമ വ്യാപാരം തിരുവിതാംകൂറിൽ നിർത്തലാക്കി. ജപ്പാൻ റഷ്യയെ ആക്രമിച്ച വർഷം? ഓപ്ഷൻ സി 1904. മലബാർ ലഹളയ്ക്ക് ഇരയായവർക്കിടയിൽ സാമൂഹ്യ സേവനങ്ങൾ നടത്തി ശ്രദ്ധ നേടിയത് ഇതിൽ ആരാണ്? ഓപ്ഷൻ എ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. വിഷവൃക്ഷം എന്ന നോവൽ രചിച്ചത് ഇവരിൽ ആരാണ്? ഓപ്ഷൻ ഡി ബങ്കിം ചന്ദ്ര ചാറ്റർജി. ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ കേരളത്തിലെ പ്രാചീന തുറമുഖം? ഓപ്ഷൻ ബി മുസിരിസ്. ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനവിഭാഗം ഏതാണ്? ഓപ്ഷൻ എ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഓപ്ഷൻ ബി ദാമോദർ. ഇന്ത്യയിൽ ആദ്യത്തെ അണുശക്തി നിലയം സ്ഥാപിച്ചത് എവിടെ? ഓപ്ഷൻ സി താരാപൂർ. ഓസോൺ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ഓപ്ഷൻ ബി സ്ട്രാറ്റോസ്ഫിയർ. അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഓപ്ഷൻ സി മെർക്കുറി ബാരോമീറ്റർ. ലോക ഭൗമദിനം ആഘോഷിക്കുന്നത്? ഓപ്ഷൻ ഡി ഏപ്രിൽ 22. പ്രശാന്ത് ചന്ദ്ര മഹലനോബിസ് എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി. 8ാം പഞ്ചവത്സര പദ്ധതിയിലാണ് മഹലനോബിസിൻ്റെ വികസനാസൂത്രണ നയം മുന്നോട്ട് വച്ചത്. മഹലനോബിസ് കൽക്കട്ടയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. സാങ്ഖ്യ എന്ന ജേണൽ ആരംഭിച്ചത് മഹലനോബിസാണ്. ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി 8ാം പഞ്ചവത്സര പദ്ധതിയിലാണ് മഹലനോബിസിൻ്റെ വികസനാസൂത്രണ നയം മുന്നോട്ട് വച്ചത് എന്ന പ്രസ്താവനയാണ് തെറ്റായത്. ഭൂപരിഷ്കരണത്തിൻ്റെ ഭൂപരിധി നിശ്ചയിക്കൽ എന്ന നടപടിയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി 2, 4 ശരിയാണ്. ഒരു വ്യക്തിക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരമാവധി അളവ് നിശ്ചയിക്കുക. ഭൂ ഉടമസ്ഥത കുറച്ചുപേരിൽ കേന്ദ്രീകരിക്കപ്പെടുന്നത് ഒഴിവാക്കുക. നീതി ആയോഗിൻ്റെ ഭരണപരിഷ്കരണ വിഭാഗം വിവിധ മേഖലകളിലെ ഭരണത്തിൽ ദീർഘകാലവും വ്യവസ്ഥാപിതവുമായ പരിവർത്തനത്തിന് ഉത്തരവാദിയാണ്. 2047 ഡാഷ് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് നിർണായകമായ ഘടനാപരവും പരസ്പര വിരുദ്ധമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനായി 2025 ഏപ്രിൽ 3 ഈ വിഭാഗം സ്ഥാപിതമായി. ഓപ്ഷൻ എ വികസിത് ഭാരത്. ഉദാരവൽക്കരണവുമായി ബന്ധമില്ലാത്ത നയം ഏതാണ്? ഇറക്കുമതി ചുങ്കനിരക്ക് കുറച്ചുകൊണ്ടുവരിക. ചെറുകിട വ്യവസായ മേഖലയിൽ മാത്രം ഉൽപ്പാദിച്ചിരുന്ന ഒട്ടേറെ വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ സംവരണം ഗവൺമെൻറ് ഇല്ലാതാക്കി. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക. കമ്പനി നികുതി നിരക്ക് കുറച്ചു. ബന്ധമില്ലാത്ത നയം? ഓപ്ഷൻ സി പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക. ഗാട്ട് എന്ന സംഘടനയുടെ പിൻഗാമിയായി 1995 നിലവിൽ വന്ന സംഘടന ഏതാണ്? ഓപ്ഷൻ ഡി ലോക വ്യാപാര സംഘടന. ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. കമ്പോള മിച്ചം വർദ്ധിച്ചു. ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെട്ടു. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു. ഉൾപ്പെടാത്തത്? ഓപ്ഷൻ സി ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെട്ടു. ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ബി 1, 2, 4. ഭരണഘടനാ ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ നിർമ്മാണ സഭ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ.
താഴെ കൊടുത്ത പ്രസ്താവനകളിൽ മൗലികാവകാശത്തെ സംബന്ധിച്ച് ഏറ്റവും ഉചിതമായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി. ഒരു രാജ്യത്തെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയും ഭരണഘടന സംരക്ഷിക്കുകയും ചെയ്യുന്ന അവകാശങ്ങൾ. ഇന്ത്യൻ പാർലമെന്റിനെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി. പ്രസ്താവന 1, 2 ശരിയാണ്. ഇന്ത്യയുടെ കേന്ദ്ര നിയമനിർമ്മാണ സഭയാണ് ഇന്ത്യൻ പാർലമെന്റ്. ഇന്ത്യൻ പാർലമെന്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രവും സംസ്ഥാനങ്ങൾ തമ്മിലും തർക്കങ്ങൾ ഉടലെടുത്താൽ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സുപ്രീം കോടതിയുടെ അധികാരമാണ് ഓപ്ഷൻ ഡി. ഉദ്ഭവാധികാരം. രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ, മന്ത്രിസഭാ ഉപദേശം സ്വീകരിക്കാതെ തിരിച്ചയക്കൽ, പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയ ധനബിൽ ഒഴികെ ബില്ലുകൾ ഒപ്പിടാതെ കൈവശം വയ്ക്കൽ അല്ലെങ്കിൽ തിരിച്ചയക്കൽ, പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പാർട്ടിക്കും അല്ലെങ്കിൽ മുന്നണിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കൽ. വിവേചനാധികാരത്തിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ എ. രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ. താഴെ കൊടുത്തിരിക്കുന്ന ഏത് പട്ടികയിലാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ ശരിയായി ക്രമപ്പെടുത്തിയത്? ഓപ്ഷൻ ബി. പ്രതിരോധം, ആണവോർജം, തുറമുഖങ്ങൾ, വിദേശകാര്യം. പ്രാദേശിക ഗവൺമെന്റുകൾക്ക് ഭരണഘടനാ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി? ഓപ്ഷൻ സി. PK തുങ്കൻ കമ്മിറ്റി. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകൽ, വോട്ടർ പട്ടിക പരിഷ്കരിക്കൽ, രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും ചിഹ്നം അനുവദിക്കൽ, പ്രാദേശിക ഗവൺമെന്റ് സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തൽ. ചുമതലകളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി. പുനർനാമകരണം ചെയ്യപ്പെട്ട കേരള ഗവർണർമാരുടെ ഔദ്യോഗിക വസതി ഇപ്പോൾ അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി. ലോക് ഭവൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. കേരളത്തിലെ ശരാശരി ആയുർദൈർഘ്യം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ഉയർന്നതും ദേശീയ ശരാശരിയേക്കാൾ കൂടുതലുമാണ്. കേരളത്തിലെ ശിശുമരണ നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ ഉയർന്നതാണ്. ആശ്വാസം എന്ന സംരംഭം ആർദ്ര മിഷന്റെ ഭാഗമായി വരുന്നതാണ്. തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി. 2 മാത്രം. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കായുള്ള ചങ്ങാതി എന്ന പദ്ധതി താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൻ്റെ ഉന്നമനം ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതിയാണ്? ഓപ്ഷൻ ഡി. കുടിയേറ്റ തൊഴിലാളികൾക്കുള്ള പ്രത്യേക സാക്ഷരതാ പരിപാടി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഓപ്ഷൻ സി. 1, 2 എന്നിവ ശരിയാണ്. ഒരു സാമ്പത്തിക വർഷം 100-ൽ കുറയാത്ത തൊഴിൽ ദിനങ്ങളാണ് ഉള്ളത്. കേരള ട്രൈബൽ പ്ലസ് എന്ന പദ്ധതി MGNREGS കൂടാതെ അധികമായി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് തൊഴിലുറപ്പ് പ്രദാനം ചെയ്യുന്നു. വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി രാജ്യത്ത് ആദ്യമായി രൂപീകരിച്ച കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ. ശ്രീ K. സോമപ്രസാദ്. പേശികളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുകയും ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിലനിർത്തുകയും ചെയ്യുന്ന മസ്തിഷ്ക ഭാഗം? ഓപ്ഷൻ എ. സെറിബെല്ലം. ഹെപ്പറ്റൈറ്റിസ് ബി പ്രധാനമായും ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം ഏതാണ്? ഓപ്ഷൻ ബി. കരൾ. കേരള സർക്കാർ നടപ്പിലാക്കിയ ആർദ്ര മിഷന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ ഡി. പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളെ ജനസൗഹൃദപരമാക്കുക. താഴെ പറയുന്നവയിൽ ഒരു ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? അമിത രക്തസമ്മർദ്ദം, പ്രമേഹം, മലേറിയ, ഹൃദയാഘാതം. ജീവിതശൈലി രോഗം അല്ലാത്തത് ഓപ്ഷൻ സി. മലേറിയ. വൈറ്റമിൻ B1 കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ ബി. ബെറിബെറി. 2030 കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനായി ഇന്ത്യ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി. നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ NDC. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി. എല്ലാം ശരിയാണ്. ഊഷ്മാവ് കൂടിയാൽ ദ്രാവകങ്ങളുടെ പ്രതലബലം കുറയുന്നു. ഒരേതരം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണമാണ് കൊഹിഷൻ. കാപ്പിലറി ട്യൂബിൽ വെള്ളമെടുത്താൽ കേശിക ഉയർച്ചയാണ്
ഉണ്ടാകുന്നത്. വ്യാസം 20 സെൻറ്റിമീറ്റർ ഉള്ള ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണ്? ഓപ്ഷൻ സി 5 സെൻറ്റിമീറ്റർ. താഴെ ഒരു പ്രസ്താവനയും ഒരു കാരണവും നൽകിയിരിക്കുന്നു. ABCD ഇവയിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക. പ്രസ്താവന: ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിൻ്റെ മൂല്യം ഭൂമധ്യരേഖയിൽ കുറവും ധ്രുവങ്ങളിൽ കൂടുതലുമായിരിക്കും. കാരണം ഭൂമധ്യരേഖയിലെ ഭൂമിയുടെ ആരം കൂടുതലും ധ്രുവങ്ങളിലെ ഭൂമിയുടെ ആരം കുറവും ആണ്. ഓപ്ഷൻ ഡി പ്രസ്താവനയും കാരണവും ശരിയാണ്. എന്നാൽ പ്രസ്താവനയുടെ ശരിയായ വിശദീകരണമാണ് നൽകിയിരിക്കുന്ന കാരണം. കേബിളുകളോ ടെലികോം ടവറുകളോ ഇല്ലാതെ മൊബൈൽ ഫോണുകളിലേക്ക് നേരിട്ട് ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് സേവനം നൽകാൻ ISRO രൂപകൽപ്പന ചെയ്ത ഉപഗ്രഹം ഏതാണ്? ഓപ്ഷൻ എ ബ്ലൂബേർഡ് 6. N2G+ 3H2G in equilibrium with 2NH3G delta H is equal to -92.38 kJ/mol എന്ന സന്തുലിത രാസപ്രവർത്തനത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി 1, 3 മാത്രം ശരിയാണ്. ഇതൊരു താപമോചക രാസപ്രവർത്തനമാണ്. ഉയർന്ന മർദ്ദത്തിൽ കൂടുതൽ NH3 ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. താഴെ പറയുന്ന മെറ്റൽ ഓക്സൈഡ് സ്വഭാവ ജോഡിയിൽ തെറ്റായത് ഏതാണ്? ഓപ്ഷൻ ബി Na2O ആസിഡിക്. ഒരു മൂലകത്തിൻ്റെ അറ്റോമിക ഭാരം പൂർണ്ണസംഖ്യ ആകണമെന്നില്ല. കാരണം ഓപ്ഷൻ എ മൂലകങ്ങൾക്ക് ഐസോടോപ്പുകൾ ഉണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റിപ്പോർട്ട് പ്രകാരം ഗുണനിലവാരമില്ലാത്ത ഓറൽ കഫ് സിറപ്പിൽ അടങ്ങിയിട്ടുള്ള വിഷകരമായ സംയുക്തം ഓപ്ഷൻ ഡി ഡൈ എഥിലീൻ ഗ്ലൈക്കോൾ. മലയാളത്തിലെ തനത് നാടകവേദിക്ക് തനതായ സംഭാവന നൽകിയ കലാകാരനാണ്? ഓപ്ഷൻ എ കാവാലം നാരായണപ്പണിക്കർ. നാടൻ ജീവിതത്തിൻ്റെ ഇടർച്ചയും പതർച്ചയും ആവിഷ്കരിക്കുന്ന ഇരവിക്കുട്ടിപ്പിള്ളപ്പോര് ഏത് വിഭാഗത്തിൽപ്പെടുന്ന നാടൻ പാട്ടാണ്? ഓപ്ഷൻ ഡി തെക്കൻ പാട്ട്. ഏറിയ ദുഃഖത്തിലും ജീവിതോല്ലാസത്തിൻ്റെ വേരുറപ്പിവിടെ പോൽ കാണുമോ വേറെങ്ങാനും ഈ വരികൾ രചിച്ച കവി ആരാണ്? ഓപ്ഷൻ ബി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. 2025 പത്മഭൂഷൺ ബഹുമതി ലഭിച്ച മലയാളിയായ കായിക താരം ആരാണ്? ഓപ്ഷൻ സി PR ശ്രീജേഷ്. താഴെ പറയുന്നവയിൽ ശരി ഏതാണ്? ഓപ്ഷൻ സി 1ഉം 3ഉം ശരിയാണ്. ബാനു മുഷ്താഖിൻ്റെ ചെറുകഥാ സമാരമായ ഹാർട്ട് ലാമ്പ് 2025 ഇൻ്റർനാഷണൽ ബുക്കർ സമ്മാനം നേടി. ഈ സന്തോഷ് കുമാറിൻ്റെ നോവലായ തപോമയുടെ അച്ഛൻ 2025 വയലാർ പുരസ്കാരം നേടി. അടുത്തതായി മാത്സ് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നോക്കാം. 51 ഓപ്ഷൻ ബി, 54, 52 ഓപ്ഷൻ ഡി 5⁻⁷, 53 ഓപ്ഷൻ എ 20, 54 ഓപ്ഷൻ ബി 1/4, 55 ഓപ്ഷൻ എ 4:49, 56 ഓപ്ഷൻ സി 28, 57 ഓപ്ഷൻ ഡി 63, 58 ഓപ്ഷൻ സി 45 ഡിഗ്രി, 59 ഓപ്ഷൻ ബി 999, 60 ഓപ്ഷൻ ഡി 3125. അടുത്ത ഇംഗ്ലീഷ് ചോദ്യങ്ങൾ. The weather was extremely bad. Dash the match was not cancelled. Option C, nevertheless. Which of the following statements is not correct? Option C, every school and college have a playground. Radhika will attain good marks. Dash question mark. Option A, won't she? Vishal's father is going abroad. Dash a month. Option D, 4. Rakesh dash an appointment to see the doctor. It is at 11 a.m. tomorrow. Option A, has made. Which of the following words is the antonym of optimism? Antonym of optimism. Option B,
pessimism. Which of the following idiomatic expressions has the meaning to reveal the secret? To reveal the secret. Option A. To spill the beans. Find out the correctly spelt word. Accommodation. Option D. ACCOMMODATION. The train dash the station. Option A. Call at. One who is devoted to the pleasure of eating and drinking. Option D. Epicure. അടുത്തതായി മലയാളം ചോദ്യങ്ങൾ. ശരിയായ പദമേത്? ഓപ്ഷൻ എ ഐകമത്യം. എ ബേർഡ്സ് ഐ വ്യൂ എന്നതിന് തുല്യമായ മലയാള വാക്യം. ഓപ്ഷൻ ബി ഒരു വിഹക വീക്ഷണം. ചേർത്തെഴുതുക N+kill. ഓപ്ഷൻ എ എങ്കിൽ. താഴെ തന്നിട്ടുള്ളവയിൽ പൂജക ബഹുവചനം ഏതാണ്? ഓപ്ഷൻ ബി വൈദ്യർ. നദി എന്നർത്ഥം വരുന്ന പദമേത്? ഓപ്ഷൻ സി തടിനി. ഖണ്ഡനം വിപരീത പദം എഴുതുക. ഓപ്ഷൻ ബി മണ്ഡനം. രണ്ടു തലയും കൊളുത്തുക ഈ ശൈലിയുടെ അർത്ഥമേത്? ഓപ്ഷൻ ഡി ഏഷണി പറയുക. ശരിയായ വാക്യം ഏതാണ്? ഓപ്ഷൻ സി രാമനും രാജനും തമ്മിൽ കലഹമുണ്ടാക്കുന്നു. വിലമതിക്കാൻ വയ്യാത്തത് ഒറ്റപ്പദം എഴുതുക. ഓപ്ഷൻ എ അമൂല്യം. സ്ത്രീലിംഗ ശബ്ദമേത്? ഓപ്ഷൻ സി രാജ്ഞി. അടുത്ത ചോദ്യം. പ്രിസൺ വിഷയം ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടികയിലെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ ബി സ്റ്റേറ്റ് ലിസ്റ്റ്. ശിക്ഷ തടവുകാരുടെ അവധി സംബന്ധിച്ച കേസുകൾ പുനരവലോകനം ചെയ്യുന്ന സമിതിയുടെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ ജില്ലാ കളക്ടർ. കേരളത്തിൽ അവസാനമായി സ്ഥാപിച്ച സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമിൻ്റെ പേര്? ഓപ്ഷൻ ഡി സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം തവനൂർ, മലപ്പുറം. ഭരണനിർവഹണ ആവശ്യാർത്ഥം ജയിൽ വകുപ്പിനെ എത്ര മേഖലകളായി തിരിച്ചിട്ടുണ്ട്? ഓപ്ഷൻ ബി 3. ബന്ധുക്കളോടൊപ്പമോ മറ്റ് അനുയോജ്യമായ രീതിയിലോ സംരക്ഷിക്കാൻ കഴിയാത്ത എത്ര വയസ്സുവരെ പ്രായമുള്ള കുട്ടികളെ ജയിലിൽ പ്രവേശിക്കപ്പെടുന്ന അമ്മമാരോടൊപ്പം കഴിയുവാൻ അനുവദിക്കും? ഓപ്ഷൻ സി 6. ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരികയില്ല എന്ന് നിഷ്കർഷിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പ് ഏതാണ്? ഓപ്ഷൻ സി സെക്ഷൻ 8(1)(a). ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? ഓപ്ഷൻ ഡി ഒക്ടോബർ 12, 2005. ഇന്ത്യയിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ന്യൂഡൽഹി. ഇന്ത്യയിൽ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ സി ഡിസംബർ 10. വിവരാവകാശ നിയമപ്രകാരം ജീവന്റെയോ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിച്ച് വിവരങ്ങൾ അറിയാൻ അപേക്ഷ സമർപ്പിച്ചാൽ മറുപടി നൽകേണ്ട സമയപരിധി? ഓപ്ഷൻ എ 48 മണിക്കൂർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ട വർഷം ഏതാണ്? ഓപ്ഷൻ ബി 1993. താഴെ പറയുന്നവയിൽ കുട്ടികളുടെ അവകാശങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന കരാർ ഏതാണ്? ഓപ്ഷൻ എ CRC. ഹ്യൂമൻ റൈറ്റ് വാച്ചിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി ന്യൂയോർക്ക്. മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനത്തിൽ എത്ര അനുച്ഛേദങ്ങളുണ്ട്? ഓപ്ഷൻ എ 30. ഇന്ത്യയിൽ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ ബി ജസ്റ്റിസ് രംഗനാഥ മിശ്ര. മാനസിക സമ്മർദ്ദവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി 1, 2, 3, 4 ശരിയാണ്. മാനസിക സമ്മർദ്ദം പ്രതിരോധശേഷി കുറവുണ്ടാക്കും. മാനസിക സമ്മർദ്ദം ഹൃദയ സംബന്ധ രോഗങ്ങളുണ്ടാക്കും. മാനസിക സമ്മർദ്ദം ടൈപ്പ് 2 പ്രമേഹ കാരണമായേക്കാം. മാനസിക സമ്മർദ്ദം അർബുദത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. അസ്തിത്വബോധബുദ്ധിയെ വിശദീകരിക്കുന്ന വാചകം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ
സി. ജീവിതത്തിൻ്റെ അർത്ഥവും ലക്ഷ്യവും തേടുന്നത്. ഫ്രോയിഡിൻ്റെ സൈക്കോ ലൈംഗിക വികസന ഘട്ടത്തിൽ ധാർമ്മിക വികസനം ഏത് ഘട്ടത്തിലാണ് ആരംഭിക്കുന്നത്? ഓപ്ഷൻ സി. ഫാലിക് ഘട്ടം. ജൈവിക അഭിപ്രേരണയെ പ്രധാനമായും നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഓപ്ഷൻ എ. ഹൈപ്പോതലാമസ്. സാമൂഹിക ഇടപെടലുകൾ ആവശ്യമായ സാഹചര്യങ്ങളിൽ ചുറ്റിലുമുള്ളവർ മോശമായി വിലയിരുത്തുമെന്ന ഭയം അനുഭവിക്കുകയും പൊതുവേദിയിൽ സംസാരിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നത് ഏത് ഉത്കണ്ഠ രോഗത്തിൻ്റെ ലക്ഷണമാണ്? ഓപ്ഷൻ സി. സോഷ്യൽ ഫോബിയ. കേരള PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കിയത്. ഉത്തരങ്ങളിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ PSC അത് ഫൈനൽ ആൻസർ കീയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.